മറ്റ് ജില്ലകളിലെയും അവസ്ഥകൾക്ക് യാതൊരു വ്യത്യാസവുമില്ല. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേര്യമംഗലം കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിരയുടെ വീടിന് സമീപം കാട്ടാനക്കൂട്ടം ഇപ്പോഴും തുടരുകയാണ്. ആനക്കൂട്ടം അക്രമാസക്തമാവുന്നത് പതിവായതോടെ കനത്ത ഭീതിയോടെയാണ് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നത്. നന്ദുഷയുണ്ട് ഒപ്പം. നന്ദുഷ, ഗുഡ് മോർണിംഗ്. നന്ദുഷ, ഇതിങ്ങനെ നിരന്തരമായി കാട്ടാനക്കൂട്ടം ഈ വീടുകൾക്ക്, ജനവാസ മേഖലയ്ക്ക് വളരെ അടുത്ത് നിരന്തരമായി തുടരുക, എപ്പോഴാണ് ഇവർ അക്രമാസക്തമാവുന്നത് എന്ന തോന്നലിൽ പേടിച്ചു ജീവിക്കുക, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ ജനങ്ങൾ കടന്നു പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? മൂത്തി, ഒരു നല്ല പ്രഭാതം ആശംസിക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല ഇതിപ്പോൾ. കാരണം മൂത്തി കുറച്ച് മുമ്പേ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത, സ്വന്തം തൊഴിലിന് സ്വസ്ഥമായി പോകാൻ കഴിയാത്ത, സ്വന്തം കൃഷിയിടത്തിൽ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകളാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതായത് സ്വന്തം വീടിന് മുന്നിലേക്കും അല്ലെങ്കിൽ സ്വന്തം കൃഷിയിടത്തിലേക്കും സ്വന്തം ജീവൻ എടുക്കാനായി പാഞ്ഞെടുത്തേക്കാവുന്ന ഒരു വന്യമൃഗത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുകയാണ് ഇവിടെ ഓരോ നിമിഷവും ആളുകൾ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇന്ദിരാമ്മ കൊല്ലപ്പെട്ടത് ഏതാണ്ട് 8:45 അതായത് ഒരുപാട് ഇരുട്ട് വീണിട്ടുമല്ല, ഒരു അതിരാവിലെയുമല്ല. എന്നാൽ തന്നെയും കാട്ടാന നിഷ്ഠൂരമായി സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഇന്ദിരയെ ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇവിടെ ഓരോ മനുഷ്യരും അത്തരം കനത്ത ഭീതിയിലാണ്. കാരണം ഇവരുടെ ജീവിതം തന്നെ ഏതാണ്ട് തുലാസിലായ ഒരു അവസ്ഥയാണ്. കാരണം ഒരു മനുഷ്യജീവൻ, അവർക്ക് ദിവസങ്ങൾക്ക് മുമ്പ് അവരോടൊപ്പം എല്ലാം ഉണ്ടായിരുന്ന, അവരോടൊപ്പം ചിരിച്ച് സംസാരിച്ചിരുന്ന ഒരു മനുഷ്യജീവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊലിഞ്ഞു പോയിരിക്കുകയാണ്. അതിൻ്റെ ഭീതി അവർക്കിപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിനോടൊപ്പം കാട്ടാനക്കൂട്ടവും, നമ്മൾ ഈ കാണുന്ന മേഖലകളിൽ എവിടെയൊക്കെയോ കാട്ടുകൊമ്പന്മാർ ഒളിഞ്ഞിരിപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിലും പാഞ്ഞെടുത്തേക്കാവുന്ന ഒരു ഭീതിയോടെയാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. കാട്ടാന വളരെയധികം പേടിയോടെയാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഈ സമീപ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? സമീപ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ, ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്നത് ഒരു 8 കിലോമീറ്റർ, ദേശീയപാതയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അത് ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ആദ്യമായിട്ട് തന്നെ കാട്ടാന വരുന്നുണ്ടെങ്കിലും അത്രയും പ്രശ്നങ്ങളില്ലാന്ന് വെച്ചാൽ മനുഷ്യനോട് പ്രശ്നങ്ങളില്ലായിരുന്നു അത്രയ്ക്ക്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് ഇന്ദിര എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കാട്ടാന ആകസ്മികമായിട്ട് പെട്ടെന്ന് തന്നെ ചവിട്ടിക്കൊന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തന്നെ അത് ജനങ്ങൾ പ്രതികരിച്ച് അതിന് എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടായി. അങ്ങനത്തെ പെട്ടെന്ന് യാദൃശ്യമായിട്ട് സംഭവിച്ച ഒരു സംഭവമാണ്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിലവിൽ 10,000, ഈ 20-ാം വാർഡ് 10,000 കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. പക്ഷേ ഈ 10,000 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു 4 വർഷം മുൻപ് വരെ ഞങ്ങൾക്ക് കാര്യമായ ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. പന്നി എന്ന് പറഞ്ഞ ഒരു ജന്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അതല്ല, മലയണ്ണാൻ, കുരങ്ങ്, ആന, അതുപോലുള്ള മറ്റ് മൃഗങ്ങൾ, ഒട്ടുമുക്കാലും എല്ലാ മൃഗങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിതം വഴിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് തെങ്ങയിൽ ഒരു തേങ്ങയും കാണത്തില്ല. എന്നുവെച്ചാൽ കുരങ്ങും മലയണ്ണാനായിട്ട് മുഴുവൻ കൊണ്ടുപോകും. അതുപോലെ ആന വന്ന് തെങ്ങ് മുഴുവൻ ചവിട്ടി മറിക്കും. വാഴ, അതുപോലെ കൊക്കോട വരെ മൊത്തം ആന തൊലി പൊളിച്ച് തിന്നും. അങ്ങനെ ഓരോ സാധനങ്ങളും. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ കാർഷിക മേഖലയിൽ ജീവിക്കുന്ന കർഷകരാണ് ഇവിടെ ഒട്ടുമുക്കാലും ഉള്ളത്. അല്ലാതെ ഞങ്ങൾക്ക് ജോലിക്കാരെന്ന് പറയാൻ വിരലേലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു വരുമാനങ്ങൾ മൊത്തം അടഞ്ഞടഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കിവിടെ ജീവിതത്തിലുണ്ട്. പിന്നെ ഞങ്ങൾക്കിവിടെ വഴിയാണെങ്കിലും വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. ഈ കാഞ്ഞിരവേലി എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്ററിലാണ് കിടക്കുന്നത്. അത് ഒരു വസ്തു, വടക്ക് വസ്തു ഫോറസ്റ്റ്, നിരവധി കാരണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ജീവിതത്തിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ജീവിക്കാൻ കഴിയുന്നില്ല, കൃഷി ചെയ്യാൻ കഴിയുന്നില്ല, കാർഷിക ഉൽപ്പന്നങ്ങൾ എല്ലാം മൃഗങ്ങൾ കൊണ്ടുപോകുന്നു, ജീവന് യാതൊരു സുരക്ഷയുമില്ല, ഉറക്കം ലഭിക്കുന്നില്ല. എന്ത് വിശ്വസിച്ചാണ് വീടിനുള്ളിൽ ഈ 4 ചുവരുകളിലെ കൂരയുള്ള ഒരു സുരക്ഷിതത്വത്തിനുള്ളിൽ എന്ത് വിചാരിച്ചാണ് കിടന്നുറങ്ങുക ഈ മനുഷ്യർ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ആശങ്ക ഉണ്ടാവുന്നുണ്ട്.